ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രെഡ് പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് നോർമലി ആയിട്ടുള്ള നമ്മളെ വൈറ്റ് ബ്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പം ടൊമാറ്റോ കെച്ചപ്പിന് പകരം ഇപ്പം നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ പിസ്സ സോസ് ഇല്ല, ഈ ഒരു കെച്ചപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇതുമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇത് ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പിസ്സ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ശേഷം പിന്നെ ഞാനിവിടെ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം ചെറുങ്ങനെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഈ ഒരു കളർ ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ചേർക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. പിന്നെ അതേപോലെ തന്നെ സവാള ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒലീവ്സ് ഉണ്ടെങ്കിൽ ഒലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, ടൊമാറ്റോ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മൊസറല്ല ചീസ്. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഒരു കണക്കൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ചീസ് നല്ല ഇഷ്ടമെങ്കിൽ കുറച്ച് കൂടുതൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചീസ് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മളിത് നോർമലി സ്റ്റൗവിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടറിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് മെൽട്ടായതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിൻ്റെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മാക്സിമം ഒരു 3 or 4 മിനിറ്റ്സ് മാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ആ ഒരു ചീസ് ഒന്ന് ജസ്റ്റ് മെൽട്ടാവുക മാത്രമേ വേണ്ടൂ. കുറേ സമയം നമ്മൾ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മളെ പിസ്സ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് വൈകിട്ടത്തെ ചായേൻ്റെ സ്നാക്കെല്ലായിട്ട്. അപ്പോൾ ഇത് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.